ഇന്നത്തെ നമ്മുടെ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തോട്ടം, ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്നുള്ള വിശേഷണങ്ങൾ കൊണ്ടാണ്. തോട്ടം, കൃഷിയിടം, ഇവിടെ നോക്കി ഒരു കൃഷിക്കാരൻ ലഭിക്കുന്ന എന്താണ്? കൃഷിക്കാരൻ്റെ ഏക താല്പര്യം ഫലം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തോട്ടമായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൽ നിന്നും ദൈവം വ്യത്യസ്തമായിരിക്കുന്ന ഒന്നല്ല പ്രതീക്ഷിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലമാണ്. ഇതുതന്നെയാണ് നാം ഇപ്പോൾ വായിച്ചത്. വായിച്ചു കേട്ടത്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ഫലമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവജനത്തിൻ്റെ ജീവിതത്തിലുള്ള ഫലം സംബന്ധിച്ച് 2-3 തലത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആദ്യത്തെ തലത്തിലുള്ള ഫലം മാനസാന്തരത്തിൻ്റെ ഫലമാണ്. മാനസാന്തരത്തിൻ്റെ ഫലം, ഈ പദപ്രയോഗം ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പദപ്രയോഗം നാം ശ്രദ്ധിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ വാക്കുകളിൽ നിന്നാണ്. ശക്തമായിരിക്കുന്ന വചനത്തിൻ്റെ ആത്മാവും ശക്തിയോടും കൂടി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം എന്നുള്ള നിലയിൽ അതിശക്തമായിരിക്കുന്നൊരു പ്രവാചക ശബ്ദവുമായിട്ടാണ് യോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നത്. യോഹന്നാൻ്റെ പ്രസംഗം തന്നെ മാനസാന്തര പ്രസംഗമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ ആ വചന പ്രഘോഷണത്തിൽ വലിയ ഉണർത്തൽ ഉളവാകുകയുണ്ടായി. നാനാഭാഗത്തു നിന്നും, യോർദാൻ്റെ കരകളുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും, യെരൂശലേമിൽ നിന്നും, യഹൂദിയിൽ നിന്നും, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഓടിക്കൂടുകയുണ്ടായി. വലിയ ജനാവലി യോഹന്നാൻ്റെ ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. ഈ വലിയ കൂട്ടത്തെ കണ്ടപ്പോൾ യോഹന്നാൻ വാസ്തവത്തിൽ ആ കൂട്ടത്തെ കണ്ട് തൻ്റെ ശുശ്രൂഷയുടെ വിജയം വിലയിരുത്തിയില്ല. സാധാരണ ഒരു ശുശ്രൂഷയുടെ വിജയമായിട്ട് നാം സാധാരണ കണക്കാക്കുന്നത് നമ്പേഴ്സാണ്, സ്റ്റാറ്റിസ്റ്റിക്സാണ്. എത്ര പേർ കൂടി, എത്ര ദിവസമുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പല അക്ഷരികമായിട്ട് അതിൻ്റെ വലിപ്പമനുസരിച്ചാണ് ഒരു ശുശ്രൂഷയുടെ വലിപ്പത്തെ നാം സാധാരണ വിലയിരുത്താറുള്ളത്. എന്നാൽ യോഹന്നാൻ ആ നിലയിലുള്ള ഒരു മൗഢ്യം, ആത്മീയ മൗഢ്യത്തിലേക്ക് തൻ്റെ ശുശ്രൂഷയെ കൊണ്ടുപോയില്ല. യോഹന്നാൻ കുറച്ചുകൂടി ആന്തരികമായി ആ ശുശ്രൂഷ വിലയിരുത്തുവാനായിട്ട് ശ്രമിച്ചു. തൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയ ജനത്തിൻ്റെ ആവേശം കണ്ട് യോഹന്നാൻ അല്പം കൂടി കടന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യം നാം കാണുന്നു. റിപ്പൻ, മാനസാന്തരപ്പെടുക. വാസ്തവത്തിൽ ഒരുവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ, ആത്മീയ കാര്യങ്ങളിൽ യഥാർത്ഥമായിട്ടുള്ള താല്പര്യം കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിമ്പിൽ പ്രാഥമികമായി ഉണ്ടായി വരേണ്ടത് റിപ്പൻറ്റൻസ് ആണ്, മാനസാന്തരമാണ്. തൻ്റെ ജീവിതത്തെ, ഒരു ഭാഗത്ത് താൻ ജീവിച്ചു വരുന്ന ജീവിതത്തെ, ദൈവികമല്ലാത്ത ജീവിതത്തെ, ആ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയും, ആ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയും, ആ ജീവിതത്തിൻ്റെ പാഴും ശൂന്യമായിരിക്കുന്ന അവസ്ഥയെ കണ്ട് ദുഃഖിക്കുകയും ആ ദുഃഖത്തോടുകൂടി തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ചെയ്തികളും പരാജയങ്ങളും ദൈവമില്ലാത്ത അവസ്ഥകളും കണ്ട് ദുഃഖിച്ച് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്കും ദൈവത്തിൻ്റെ വചനത്തിലേക്കും നടത്തുന്ന ഒരു ടേണിങ് അറൗണ്ട്, ഒരു തിരിവാണ് മാനസാന്തരം. ആ മാനസാന്തരം തൻ്റെ അടുത്ത് വന്ന ജനങ്ങളിൽ കാണാതെ വന്നപ്പോൾ മാനസാന്തര വാക്കുകൾ ശക്തമായിട്ട് യോഹന്നാൻ പ്രസ്താവിക്കുവാനായിട്ട് തുടങ്ങി. അതെ, ഏതൊരു സമയത്തും ദൈവത്തെങ്കിലേക്കുള്ള തിരിവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അടയാളം മാനസാന്തരമാണ്. ആ മാനസാന്തരം കാണാത്ത ഇടങ്ങളിലൊന്നും വാസ്തവമായിരിക്കുന്ന ആത്മീയ പ്രതികരണം വാസ്തവമായും കാണുന്നില്ല. ഇന്ന് നാം ധാരാളമായിരിക്കുന്ന ആത്മീയ പ്രതികരണങ്ങൾ കാണുന്ന സമയമാണ്. വാസ്തവത്തിൽ ഒരു ദൈവമനുഷ്യൻ്റെ ചുറ്റും ധാരാളം ആളുകൾ കൂടുക സാധ്യമാണ്, വചനം കേൾക്കുവാൻ കൂടുക സാധ്യമാണ്, അനുഗ്രഹത്തിനായി കടന്നു വരിക സാധ്യമാണ്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുടെ ചുറ്റും ഇത് സാധ്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ശുശ്രൂഷയുടെയും വ്യക്തികളുടെയും ചുറ്റും കൂടി വരുന്ന ആളുകളുടെ ആവേശം കേവലം മാനുഷികവും വൈകാരികമായിരിക്കുന്ന ഒരു ആവേശം മാത്രമാണോ, അതോ യഥാർത്ഥമായിരിക്കുന്ന ജെനുവിൻ ഹാർട്ട് ടേണിങ്, ഹൃദയത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു തിരിവാണോ എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ആത്മീയമായിട്ടുള്ള യഥാർത്ഥമായിരിക്കും തുടക്കമാണോ, ദൈവത്തെങ്കിലേക്കുള്ള മനംതിരിച്ചിലാണോ എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? റിപ്പൻറ്റൻസ്, മാനസാന്തരമാണ് അതിൻ്റെ തെളിവ്.
എവിടെയൊക്കെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുണ്ടോ, വചനത്തിലേക്ക് തിരിയുന്നുണ്ടോ, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്നുണ്ടോ, അവിടെയൊക്കെയും സംഭവിക്കുന്ന കാര്യം മാനസാന്തരമാണ്. ഈ മാനസാന്തര പ്രഘോഷണം പഴയ നിയമത്തിലുടനീളം പ്രവാചകന്മാരുടെ ശബ്ദത്തിൽ, ഒടുവിലത്തെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ശബ്ദത്തിൽ യേശു കർത്താവ് തന്നെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, റിപ്പന്റ്. അതിനുശേഷം പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ പെന്തക്കോസ്ത് നാളിൽ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്ന് തുടങ്ങിയ പ്രസംഗം, പിന്നീട് പ്രവൃത്തികളുടെ പുസ്തകത്തിലുടനീളം ആ പ്രഘോഷണങ്ങളെല്ലാം കാണുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ആദ്യ ആഹ്വാനം റിപ്പൻറ്റൻസ് ആണ്, മാനസാന്തരമാണ്. ആ മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനം, ആ മാനസാന്തരം തുടങ്ങി മാനസാന്തരത്തിൽ കൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ആഹ്വാനം നാം ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ്. ആ മാനസാന്തരമാണ് ദൈവത്തിങ്കിലേക്കുള്ള തിരിവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു തെളിവ്. നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, ആ മാനസാന്തരത്തിൽ തുടർന്നു പോകേണ്ട ആവശ്യമുണ്ട്. യോഹന്നാൻ മാനസാന്തരത്തെക്കുറിച്ച് മാത്രമല്ല പ്രഘോഷിച്ചത്, മാനസാന്തരത്തിൻ്റെ ഫലം കായ്പീൻ എന്ന് പറഞ്ഞു. മാനസാന്തരം ആന്തരികമായിരിക്കുന്ന ഒരു കാര്യമാണ്, ഫലം ബാഹ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്, അകത്ത് നടക്കുന്ന ഒരു കാര്യം പുറമേ പ്രത്യക്ഷപ്പെടേണ്ട കാര്യമാണ്. ഇതാണ് മാനസാന്തരത്തിൻ്റെ ഫലം. ഒരുവൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അവൻ്റെ മാനസാന്തരം പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടുന്നു. ആ വെളിപ്പെടുന്ന പ്രവൃത്തിയാണ് മാനസാന്തരത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. മറ്റുള്ളവരോട് വഴക്കടിച്ച് നടന്ന ഒരാൾ തിരിച്ചുപോയി അവരുടെ രമ്യതപ്പെടുന്നു. വേറൊരാളുടെ കയ്യിൽ നിന്ന് തെറ്റായി വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന സാധനം തിരിച്ചു കൊടുക്കുന്നു. അനീതിയായിട്ട് താൻ കൈപ്പറ്റിയ പണം മടക്കി കൊടുക്കുന്നു. ജീവിതത്തിൽ എല്ലാത്തിലും വരുന്ന ആകമാനം വരുന്ന വ്യതിയാനം തുടക്കത്തിൽ അർത്ഥവത്തായിട്ടുള്ളൊരു തുടക്കം. എല്ലാ ബന്ധങ്ങളിലും കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ യാഗമർപ്പിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ യാഗവസ്തുവോടെ വെച്ച ശേഷം മടങ്ങിപ്പോയി നിരപ്പ് പ്രാപിക്കാൻ പറഞ്ഞതുപോലെ യഥാർത്ഥ ക്രിസ്ത്യതയുടെ തുടക്കത്തിൽ സംഭവിക്കേണ്ട അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മാനസാന്തരത്തിൻ്റെ ഫലം. മാനസാന്തരത്തിൻ്റെ ഫലം കഴിഞ്ഞാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് തന്നെ തുടർന്ന് വരേണ്ട കാര്യം, നാം ദൈവത്തിൽ കാണുന്ന രണ്ടാമത്തെ തലത്തിലുള്ള ഫലം ഇതാണ്, ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതത്തിൻ്റെയും നടപ്പിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ഫലമാണ്. ആത്മാവിലെ ജീവിതം എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ നാം അല്പം കൂടെ പുറകോട്ട് പോയി നമ്മുടെ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്ന കാര്യം നാം പറയണം. നമുക്ക് വാസ്തവത്തിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് പാപത്തിൻ്റെ മോചനം, റെമിഷൻ ഓഫ് സിൻസ് ലഭിക്കുന്നു. പാപം ഗണിക്കപ്പെടാതെ പോകുന്നു. നമുക്ക് ഫർഗീവ്നെസ്, ക്ഷമ ലഭിക്കുന്നു. നമുക്ക് നീതീകരണം ലഭിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും പാപത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല. പാപം ക്ഷമിക്കപ്പെട്ടാലും പാപപങ്കുലമായിരിക്കുന്നൊരു പ്രകൃതത്തിൽ, ജഡപ്രകൃതത്തിൽ നാം ജീവിക്കുന്നവരാണ്. നാം കൊണ്ടു നടക്കുന്ന പാപത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ജഡം നമുക്കുണ്ട്. ആ ജഡം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ജഡപ്രകൃതത്തിലുള്ള ഒരു ജഡമാണ്. പാപത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ജഡമാണ്. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാലും ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞാലും ജഡം മാറുന്നില്ല. ജഡത്തിൻ്റെ സ്വഭാവത്തിൽ പാപമുണ്ട്. അങ്ങനെ നാം കർത്താവിനെ അറിഞ്ഞ ശേഷം, രക്ഷ അനുഭവിച്ച ശേഷവും നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ, ജഡപ്രകാരം നാം നടക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് ഗലാത്യലേഖനം വായിക്കുന്നത്. കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം, ദ്വന്ദ്വപക്ഷം, പാർട്ടി സ്പിരിറ്റ്, എല്ലാവിധമായിരിക്കുന്ന മത്സരങ്ങൾ, പിണക്കങ്ങൾ, അശുദ്ധികൾ, അധാർമികതകൾ, അസാൻമാർഗിക വഴികൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും ജഡത്തിൻ്റെ പ്രവൃത്തികളായിട്ട് നാം കാണും. മറുഭാഗത്ത് നാം കാണുന്നതാണ് എന്നാൽ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ നാം നടക്കുക വഴി, ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുക വഴി നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. ആ ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിയോഗവും നിമിത്തം നാം ജീവിക്കുന്നതിനാണ് ആത്മാവിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ചേർന്നുള്ളൊരു നടപ്പാണ്. ആത്മാവിലെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രമാണത്തിന്, ജീവൻ്റെ പ്രമാണത്തിന് നാം വിധേയപ്പെടുന്നു. ആ വിധേയപ്പെടുന്ന ആത്മീയ പ്രമാണത്തിന് വിധേയപ്പെട്ട് നാം ജീവിക്കുമ്പോൾ ആത്മീയ ജീവനാൽ നാം ഭരിക്കപ്പെടുന്നു. ആത്മീയ ജീവൻ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടും. ആ ആത്മീയ ജീവൻ്റെ, ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ ഫലമായി നമ്മളിൽ ദിവ്യ സ്വഭാവം കൂടുതൽ പ്രതിഫലിക്കുന്നു. ആത്മാവിലെ നടപ്പിൻ്റെ ഫലമായി നമ്മളിൽ പ്രതിഫലിക്കുന്ന ആ ദിവ്യ സ്വഭാവത്തിനാണ് ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സമാധാനം, ദയ, നീതി, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ കാര്യങ്ങളാണ് ആത്മാവിൻ്റെ ഫലമായിട്ട് വരുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രണ്ടാമതായിട്ട് ആത്മാവിൽ നടക്കുക വഴി അവൻ ഉണ്ടായി വരുന്ന ഫലമാണ് ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ
ഫലമുളവാക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ജഡത്തിൻ്റെ പ്രവൃത്തിയുടെ സ്ഥാനത്തുണ്ടായി വരേണ്ട കാര്യം മറുഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം പ്രകടിപ്പിക്കുന്നവരായിത്തീരണം. ഒടുവിലായി മൂന്നാമത്തെ തലത്തിലുള്ള ഫലത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ഫലമാണ്. ദ ഫ്രൂട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഫലം. ജീവിതത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഒരുവൻ ജീവിച്ച് അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതം മുഖാന്തരം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളുണ്ട്. ചിലർ അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന നേട്ടങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്ന കാര്യങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ പേരെടുക്കുന്ന കാര്യങ്ങളുണ്ട്, അവരുടെ പ്രതിച്ഛായ പതിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അൾട്ടിമേറ്റ്ലി ദ റിസൾട്ട് ഓഫ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൻ്റെ ആകത്തുകയായി ആത്യന്തികമായിട്ട് അവർ പുറപ്പെടുവിക്കുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. ഇന്നാരും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന പള്ളി പണിതു, ഇന്നാരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തന്നു, ഈ രീതിയിലുള്ളൊരു ചാരിറ്റി ഉണ്ടാക്കി, ഒരുപാട് കാര്യങ്ങൾ ആളുകളുടെ നന്മകളെക്കുറിച്ചും ജീവിതത്തിലുള്ള സാഫല്യത്തെക്കുറിച്ചും നാം പറയാറുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. എന്നാൽ ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ദൈവത്തിന് ലഭ്യമാകേണ്ട ഫലമാണ്. നമുക്കെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എനിക്ക് ഇന്ന സ്ഥാനത്തെത്തണം, ഇന്നത് പഠിക്കണം, ഇന്ന സ്ഥാനത്തെത്തണം, എൻ്റെ കുടുംബം ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ജീവിതം, എൻ്റെ ജോലി, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സിദ്ധികളും കഴിവുകളും സാഹചര്യവും അനുസരിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. ആ സ്വപ്നങ്ങളുമായിട്ട് വിശ്വാസികൾ തന്നെയും, സാധാരണ എല്ലാവരും വെച്ച് പുലർത്തുന്ന സ്വപ്നങ്ങളുമായിട്ടാണ് വിശ്വാസികൾ തന്നെയും ജീവിക്കുന്നത്. എന്നാൽ ഇതൊരു വൈരുദ്ധ്യമാണ്. കർത്താവ് തൻ്റെ രക്തം നിമിത്തം സമ്പാദിച്ച വീണ്ടെടുത്ത ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവത്തിനുള്ളവരാണ്. പർച്ചേസ് വിത്ത് ദ ബ്ലഡ് ഫോർ ഗോഡ്. ദൈവത്തിനായിട്ട് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ ദൈവത്തിന് സ്വന്തമായിരിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലവും ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ അഭിലാഷത്തിൽ എനിക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം തീരണം, അവൻ്റെ പ്രസാദത്തിന് എനിക്ക് ജീവിക്കണം, ഞാൻ മുഖാന്തരം അനേകർ കർത്താവിനെ കണ്ടെത്തുവാനായിട്ടായി തീരണം. ഐ ഷുഡ് കണക്ട് മെനി പീപ്പിൾ ടു ഗോഡ്. അനേകരെ ദൈവത്തിലേക്ക് ബന്ധിപ്പിക്കുവാനായിട്ട് എനിക്കിടയായി തീരണം. അനേകരും കർത്താവിൽ വളർത്തിയെടുക്കുവാനായിട്ട് എനിക്ക് കഴിയണം. എൻ്റെ ജീവിത മുഖാന്തരം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി ഉണ്ടായി തീരണം. ഈ നിലയിലുള്ള നിഷ്കർഷയോടുകൂടി ജീവിതത്തെ തന്നെ ദൈവത്തിന് അർപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലമായി അവർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തിച്ചേരുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് അവരുടെ ജീവിത മുഖാന്തരം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞ ജീവിത സാഫല്യം, ദ ഫ്രൂട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ആ വലിയ ഫലം അങ്ങനെ ഉളവാകാനായിട്ട് കഴിയണം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ കൂടെ പറയുകയാണ്, ഈ ഫലമാണ് എ ടെസ്റ്റ് ഓഫ് ജെനുവിനെസ്, നമ്മുടെ തനിമയുടെ തെളിവെന്ന് പറയും. നാം സാധാരണ ശരിതെറ്റുകൾ നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിലോ ദൈവത്തിൻ്റെ പക്ഷത്തോ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ശരിയോ ഇതിൻ്റെയൊക്കെ തെളിവായിട്ട് നാം സാധാരണ ഉയർത്തി കാണിക്കുന്നത് നമ്മുടെ ഉപദേശരൂപത്തെയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, അവരുടെ ഉപദേശത്താലല്ല ഫലങ്ങളാൽ നിങ്ങളവരെ തിരിച്ചറിയണം. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും പുറപ്പെടുവിക്കാൻ കഴിയില്ല. പ്ലാവിന് നാം തിരിച്ചറിയുന്ന ചക്ക മുഖാന്തരമാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഫലം മുഖാന്തരമാണ് നാം വാസ്തവത്തിൽ ആത്മീയമായിട്ട് സത്യസന്ധതയും നിർവ്യാജരും ദൈവത്തിന് യഥാർത്ഥമായിട്ടുള്ള ശുദ്ധതയും ഉള്ള ദൈവത്തിൻ്റെ പക്ഷത്താണ് തെളിയിക്കുന്ന കാര്യം. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലം, ആത്മാവിൻ്റെ ഫലം, ജീവിതത്തിൻ്റെ ഫലം ദൈവത്തിന് കായ്ക്കുന്നവരായി നമ്മുടെ തലമുറയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നോടുകൂടി ഈ ലക്ഷ്യത്തിൽ നിങ്ങളും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനപ്രകാരം കഴിയുകയും വചനപ്രകാരം ജീവിപ്പാൻ സഹായിക്കുകയും ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.